Hi students, welcome to the class. Let's move to the next topic, that is assignment problems. Assignment problem is a special case of transportation problem in which the objective is to assign a number of origins to the equal number of destinations or tasks at a minimum cost. അസൈൻമെൻറ്റ് പ്രോബ്ലം പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അവിടെ അസൈൻമെൻറ്റ് ഇപ്പം നമ്മുടെ ഓർഗനൈസേഷനിൽ ഡിഫറെൻറ്റ് റിസോഴ്സുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആ റിസോഴ്സുകളെ നമുക്ക് ഡിഫറെൻറ്റ് ടാസ്കുകളിലോട്ടൊക്കെ നമുക്ക് അസൈൻ ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ റിസോഴ്സായിട്ട് നമുക്ക് പേഴ്സൺസിനെ കൺസിഡർ ചെയ്താൽ ആ പേഴ്സൺസിന് ഓരോ ജോബ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കേണ്ടി വരും അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രോബ്ലമാണ് അസൈൻമെൻറ്റ് പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പം ഇത് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം തന്നെയാണ്, സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ആണ്. അതായത് ഡിഫറെൻറ്റ് ഒറിജിൻസും ഡിഫറെൻറ്റ് ഡെസ്റ്റിനേഷൻസും വരുന്നുണ്ട്. അപ്പം പേഴ്സൺസിനെ നമ്മൾ ഒറിജിൻസായിട്ട് കൺസിഡർ ചെയ്താൽ ആ പേഴ്സൺസിന് നമ്മൾ എത്തിച്ചു കൊടുക്കേണ്ട അല്ലെങ്കിൽ ആ പേഴ്സൺസിന് സൂറ്റബിൾ ആയിട്ടുള്ള അസൈൻമെൻറ്റ് ടാസ്ക് എങ്ങനെയാണ് നമ്മൾ അസൈൻമെൻറ്റ് കൃത്യമാക്കി വരേണ്ടത്. കാര്യം അസൈൻമെൻറ്റ് നമ്മൾ കൊടുക്കുന്നതിലൂടെ നമുക്ക് കോസ്റ്റ് മിനിമൈസ് ചെയ്യാൻ പറ്റണം. അപ്പം അങ്ങനെ ഉള്ള പ്രോബ്ലത്തിന് നമുക്ക് സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യാനാണ് നമ്മൾ അസൈൻമെൻറ്റ് പ്രോബ്ലംസ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇവിടെയും ഒറിജിൻസും ഡെസ്റ്റിനേഷൻസും വരുന്നുണ്ട്. പക്ഷേ നമ്പർ ഓഫ് ഒറിജിൻസും നമ്പർ ഓഫ് ഡെസ്റ്റിനേഷൻസും ഈക്വൽ ആയിരിക്കും അസൈൻമെൻറ്റ് പ്രോബ്ലത്തിൽ. ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൽ അങ്ങനെ ഒറിജിൻസും ഡെസ്റ്റിനേഷൻസിൻ്റെയും നമ്പർ ഈക്വൽ ആയിരിക്കണമെന്ന് നിർബന്ധമില്ലായിരുന്നു. പക്ഷേ ഇവിടെ അസൈൻ ചെയ്യുമ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ ഒറിജിൻസ് അല്ലെങ്കിൽ റിസോഴ്സസ് ആയിട്ട് പേഴ്സൺസിനെ കൺസിഡർ ചെയ്താൽ അവർക്ക് കൊടുക്കുന്ന ഒരു ജോബ് അവർക്ക് ഒരു സമയത്ത് ഒരു പേഴ്സണിന് മാത്രമേ അലോക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ അസൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം എത്ര ആളുകളുണ്ടോ അത്രയും നമ്പർ ഓഫ് ജോബ്സ് മാത്രമേ പാടുള്ളൂ. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലമായിട്ടുള്ളൊരു വ്യത്യാസമാണത്. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നു. എ ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ് മേ ഹാവ് 4 persons അവൈലബിൾ ഫോർ അസൈൻമെൻറ്റ് ആൻഡ് 4 jobs ടു ഫിൽ. ഓക്കെ, അപ്പം ഒരു ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡിന് 4 പേഴ്സൺസ് വരുന്നുണ്ട്. ആ 4 പേഴ്സൺസിന് 4 ജോബ് അസൈൻ ചെയ്ത് കൊടുക്കണം. അപ്പം ദെൻ ഹിസ് ഇൻട്രസ്റ്റ് ഈസ് ടു ഫൈൻഡ് ദ ബെസ്റ്റ് അസൈൻമെൻറ്റ് വിച്ച് വിൽ ബി ഇൻ ദി ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പം ആ ഡിപ്പാർട്ട്മെൻറ്റിൽ കോസ്റ്റ് മാക്സിമം കുറയ്ക്കത്തക്ക രീതിയിൽ അല്ലെങ്കിൽ ടൈം ഏറ്റവും മിനിമൈസ് ചെയ്യത്തക്ക രീതിയിൽ ഏറ്റവും ബെസ്റ്റ് അസൈൻമെൻറ്റ് ഏതാണ് എന്ന് ഫൈൻഡ് ചെയ്യേണ്ടി വരും. അപ്പം ഏത് പേഴ്സണിന് ഏത് ജോബ് അസൈൻ ചെയ്താൽ ഏറ്റവും കോസ്റ്റ് കുറയ്ക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഏറ്റവും ടൈം കുറച്ച് ആ ജോബ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതാണ് ബെസ്റ്റ് അസൈൻമെൻ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളതാണ് അസൈൻമെൻറ്റ് പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ കോസ്റ്റിനെ നമുക്ക് സി ആയിട്ട് കൺസിഡർ ചെയ്യാം. ദെൻ ഇതിൻ്റെ ജോബ് അതുപോലെ പേഴ്സൺ ഇതാണ് നമുക്ക് വരേണ്ട അസൈൻ ചെയ്യേണ്ടത്. അതായത് ഓരോ പേഴ്സണിനെ നമ്മൾ ഓരോ ജോബിലോട്ട് അസൈൻ ചെയ്യണം. അപ്പോൾ പേഴ്സണിനെ നമ്മൾ ഐ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു, ദെൻ ജോബിനെ നമ്മൾ ജെ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പം ഇതിൻ്റെ കോസ്റ്റിനെ അതായത് ഒരു പേഴ്സണിനെ ഒരു ജോബിലേക്ക് അസൈൻ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകാവുന്ന കോസ്റ്റിനെ അതുകൊണ്ട് തന്നെ നമുക്ക് CIJ ആയിട്ട് കൺസിഡർ ചെയ്യാം. ലെറ്റ് CIJ ബി ദ കോസ്റ്റ് ഇഫ് ദ ith person ഈസ് അസൈൻഡ് ടു ദ jth ജോബ്. ദെൻ ദ പ്രോബ്ലം ഈസ് ടു ഫൈൻഡ് ആൻ അസൈൻമെൻറ്റ്. അപ്പം ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒരു അസൈൻമെൻറ്റ് നമുക്ക് ഫൈൻഡ് ചെയ്യണം. ആ അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് വിച്ച് ജോബ് ഷുഡ് ബി അസൈൻഡ് ടു വിച്ച് പേഴ്സൺ അല്ലേ. സോ ദാറ്റ് ദ ടോട്ടൽ കോസ്റ്റ് ഫോർ പെർഫോമിങ് ഓൾ ദ ജോബ് ഇസ് മിനിമം. അപ്പം ഏത് പേഴ്സണിന് ഏത് ജോബ് കൊടുത്താൽ കോസ്റ്റ് ഏറ്റവും കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ അസൈൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം, അസൈൻമെൻറ്റ് പ്രോബ്ലം എന്ന് വിളിക്കാം. ദ പ്രോബ്ലം ഓഫ് ദിസ് സോർട്ട് ആർ നോൺ ആസ് അസൈൻമെൻറ്റ് പ്രോബ്ലം. ദെൻ മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ ഓഫ് അസൈൻമെൻറ്റ് പ്രോബ്ലം. ഈ അസൈൻമെൻറ്റ് പ്രോബ്ലത്തിന് നമുക്ക് അങ്ങനെ LPP ആക്കി അല്ലെങ്കിൽ മാത്തമാറ്റിക്കലി ഫോർമുലയാക്കി നമുക്ക് മാറ്റാൻ സാധിക്കും. ദ അസൈൻമെൻറ്റ് പ്രോബ്ലം ക്യാൻ ബി സ്റ്റേറ്റഡ് ഇൻ ദി ഫോം ഓഫ് n മെട്രിക്സ് കോൾഡ് കോസ്റ്റ് ഓർ എഫക്റ്റീവ്നെസ് മെട്രിക്സ്. അപ്പോൾ ഇതിനെ നമുക്ക് കോസ്റ്റ് മെട്രിക്സ് അല്ലെങ്കിൽ എഫക്റ്റീവ്നെസ് മെട്രിക്സ് കൺസിഡർ ചെയ്യാം. n നമ്പർ ഓഫ് കോളംസും നമ്പർ ഓഫ് റോസും ഈക്വൽ ആയിരിക്കും. n മെട്രിക്സ് ആണ്. ഇവിടെ ഒരു പേഴ്സണിന് ഒരു ജോബ് അസൈൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോസ്റ്റിനെ നമുക്ക് CIJ ആയിട്ട് കൺസിഡർ ചെയ്യാം. ദാറ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് അസൈനിങ് ith സോഴ്സ് എന്ന് പറയുന്നത് പേഴ്സൺ ആണ്, ആൻഡ് ടു ദി jth ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ജോബാണ്.
അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പം 4 പേഴ്സൺ, ഫോർ എക്സാമ്പിൾ 4 ആണെന്നുണ്ടെങ്കിൽ അതായത് ഇത്ര നമ്പർ വേണമെന്നുണ്ടെങ്കിലും ആകാം. ഓക്കെ, അപ്പം ഇവിടെ ഇതിനെ നമ്മൾ ഐ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അതായത് പേഴ്സണിനെ നമ്മൾ ഐ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു, ജോബിനെ നമ്മൾ ജെ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ദെൻ ഐ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സിഗ്മ ഐ എന്ന് പറയുന്നത് 1 to n ആകാം. സിഗ്മ ജെ എന്ന് പറയുന്നത് 1 to n ആകാം. എത്ര നമ്പർ വേണമെന്നുണ്ടെങ്കിലും ആകാം. ഇവിടെ ടോട്ടൽ നമ്പർ ഇവിടുത്തെ ഈ ടോട്ടലും ഇവിടുത്തെ ടോട്ടലും സെയിം തന്നെ ആയിരിക്കും. മനസ്സിലായി? അതുകൊണ്ടാണ് n into n മെട്രിക്സ് ആയിട്ട് നമ്മൾ ഫോം ചെയ്യുന്നത്. ദെൻ ഇവിടെ എങ്ങനെ വരും? cost of first person to the first job, then cost of first person to the second job, cost of first person to the third job, up to cost of first person to the nth job. അപ്പോൾ അങ്ങനെ പോകും. ഓരോ പേഴ്സണിനെയും നമ്മൾ ഓരോ ജോബിലോട്ട് അസൈൻ ചെയ്ത് കഴിഞ്ഞാലുള്ള കോസ്റ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു മെട്രിക്സ് ആണിത്. അപ് ടു കോസ്റ്റ് ഓഫ് n person to the nth job ആയിട്ട് വരും. ഇതിനെ നമുക്ക് ഫോർമുല ആക്കുമ്പോൾ എന്താണ്? z ഈക്വൽ ടു സിഗ്മ ഐ ഈക്വൽ ടു 1 to n അല്ലേ? ഐ എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? എത്ര നമ്പർ വേണമെന്നുണ്ടെങ്കിലും ആകാം, അപ് ടു n. ദെൻ സിഗ്മ ജെ ജോബ് എന്ന് പറയുന്നതും 1 to n ആകാം അല്ലേ? അത് ഇതിൻ്റെ രണ്ടിൻ്റെയും സെയിം ടോട്ടൽ ആയിരിക്കണം. ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസ് ഷുഡ് ബി ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് ജോബ്സ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ n ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കോസ്റ്റ് അതുപോലെ എത്ര അസൈൻമെൻറ്റ് വരണം, അപ്പം അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം സി ഐ ജെ ഇൻറ്റു എക്സ് ഐ ജെ, വേർ എക്സ് ഐ ജെ എന്ന് പറയുന്നത് നമ്പർ 1, അതായത് ഒരു അലോക്കേഷൻ മാത്രമേ ഒരു സമയത്ത് പാടുള്ളൂ. ഇഫ് ith പേഴ്സൺ ഈസ് അസൈൻഡ് ടു ദി jth ജോബ്, എക്സ് ഐ ജെ വിൽ ബി 1. മനസ്സിലായില്ലേ? ആൻഡ് എക്സ് ഐ ജെ 0 ആകുന്ന എപ്പോഴാണ്? ഒരു പേഴ്സണും ഒരു ജോബും അസൈൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ 0 ആയിരിക്കും. ഒരു പേഴ്സൺ ഒരു ജോബ് അസൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സ് ഐ ജെ എന്ന് പറയുന്നത് നമ്പർ 1 ആയിരിക്കും, അതായത് ഒരു അസൈൻമെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ കണ്ടീഷൻ കൺസ്ട്രെയിൻ്റ് ആയിട്ട് നമ്മൾ ഫോം ചെയ്യും. അപ്പോൾ LPP ആയിട്ട് ഫോം ചെയ്യുമ്പോഴുള്ളതാണ്. ദെൻ സിഗ്മ ഐ എന്ന് പറയുന്നത് 1 to n ആണ്. ദെൻ എക്സ് ഐ ജെ എന്ന് പറയുന്നത് എക്സ് ഐ ജെ ഈക്വൽ ടു 1 ആണ്. അപ്പം ജെ എന്ന് പറയുന്നത് 1 to n വരെ ആകാം അല്ലേ? ജെ എന്ന് പറയുന്നത് അതായത് ഒരു ജോബ് ഒരു പേഴ്സണ് എത്ര ജോബ് വേണമെന്നുണ്ടെങ്കിലും എന്താണ് 1 to n വരെ അസൈൻ ചെയ്യുമ്പോൾ, പക്ഷെ ഒരു പേഴ്സണ് ഒരു ജോബ് മാത്രമേ അസൈൻ ചെയ്യാൻ പാടുള്ളൂ. ഇതാണ് ഒറ്റ ഒരു അസൈൻമെൻറ്റ് മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ടാണ് അവിടെ എക്സ് ഐ ജെ 1 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഒരു പേഴ്സണ് ഫസ്റ്റ് ജോബ് അസൈൻ ചെയ്യാം, ഒരു പേഴ്സണ് സെക്കൻഡ് ജോബ് അസൈൻ ചെയ്യാം, ദെൻ അപ് ടു n വരെ അസൈൻ ചെയ്യാം. പക്ഷെ അതൊരൊറ്റ അസൈൻമെൻറ്റ് മാത്രമേ ഒരു സമയത്ത് നടക്കുന്നുള്ളൂ. ദാറ്റ് ഇസ് എക്സ് ഐ ജെ ഈക്വൽ ടു 1. അപ്പം ഇവിടെ അതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, വിച്ച് മീൻസ് ദാറ്റ് എക്സ് ഐ ജെ ഈക്വൽ ടു 1 എന്ന് പറയുന്നത് ഓൺലി 1 ജോബ് ഈസ് ഡൺ ബൈ ദി ith പേഴ്സൺ, വെയർ ഐ എന്ന് പറയുന്നത് ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, അത് എത്ര നമ്പറാണോ ഉള്ളത് അത്രയും. ഓക്കെ, ദെൻ സിഗ്മ ജെ എന്ന് പറയുന്നത് 1 to n ആകാം. അവിടെ എക്സ് ഐ ജെ ഈക്വൽ ടു 1 ആയിരിക്കും. കാര്യം ഒറ്റ അസൈൻമെൻറ്റ് മാത്രമേ അവിടെ നടക്കത്തുള്ളൂ. അതായത് ഒരു ജോബ് ഒരു പേഴ്സണ് മാത്രമേ അസൈൻ ചെയ്യാൻ പാടുള്ളൂ. അപ്പം അത് ഫസ്റ്റ് പേഴ്സണ് ഒരു ജോബ് അസൈൻ ചെയ്യുന്നു, ദെൻ സെക്കൻഡ് പേഴ്സണ് തന്നെ ആ സെയിം ജോബ് തന്നെ അസൈൻ ചെയ്ത് നോക്കുന്നു. അപ്പം ഒരു സമയത്ത് ഒരു അസൈൻമെൻറ്റ് മാത്രമേ പാടുള്ളൂ, വിച്ച് മീൻസ് ദാറ്റ് ഓൺലി 1 പേഴ്സൺ ഷുഡ് ബി അസൈൻഡ് ടു ദി jth ജോബ്, വേർ ജെ എന്ന് പറയുന്നത് 1 to n ആകാം. അപ്പം ഐ ജെ എന്ന് പറയുന്നത് 1 to എത്ര നമ്പർ വേണമെന്നുണ്ടെങ്കിലും ആകാം. ആൻഡ് ജെ എന്ന് പറയുന്നതും 1 to n തന്നെയാണ്. അതായത് അതിൻ്റെ രണ്ടിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസും നമ്പർ ഓഫ് ജോബും ഈക്വൽ ആണ്, ദാറ്റ് ഈസ് n. മനസ്സിലായി? അത് എത്ര ആണെങ്കിലും അപ്പം എന്തായാലും ഒരു സമയത്ത് ഒരു അലോക്കേഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ കൺസ്ട്രെയിൻ്റ് ആയിട്ട് ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ ഇങ്ങനെയാണ് വരിക. ഇനി നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലവും അസൈൻമെൻറ്റ് പ്രോബ്ലവും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, അസൈൻമെൻറ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ആണെന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ ഡിഫറൻസസ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ഈസ് വൺ ഓഫ് ദി സബ് ക്ലാസസ് ഓഫ് linear programming problem in which the objective is to transport various quantum of commodity that are initially stored
at various origins to different destinations in such a way that transportation cost is minimum. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് പറയുന്നത് LPPയുടെ ഒരു സബ് ക്ലാസ് ആണ്. ഇവിടുത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് നമ്പർ ഓഫ് കമ്മോഡിറ്റീസ് ഡിഫറെൻറ്റ് ഒറിജിൻസിൽ നിന്നും ഡിഫറെൻറ്റ് ഡെസ്റ്റിനേഷനിലോട്ട് എത്തിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഏറ്റവും മിനിമം ആക്കുക എന്നുള്ളതാണ്. The assignment problem is a special case of transportation problem in which the objective is to assign a number of origins to the equal number of destinations at a minimum cost. Assignment problem എന്ന് പറയുന്നതും ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എത്ര നമ്പർ ഓഫ് ഒറിജിൻസ് ഉണ്ടോ അത്രയും തന്നെ നമ്പർ ഓഫ് ഡെസ്റ്റിനേഷൻസിലേക്ക് ഏറ്റവും മിനിമം കോസ്റ്റിൽ അലോക്കേഷൻ അല്ലെങ്കിൽ അസൈൻമെൻറ്റ് നടത്തുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അവിടെ നമ്പർ ഓഫ് യൂണിറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഡിഫറെൻറ്റ് റിസോഴ്സുകളെ ഡിഫറെൻറ്റ് ടാസ്കിലോട്ട് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ഒറിജിൻസും ടോട്ടൽ നമ്പർ ഓഫ് ഡെസ്റ്റിനേഷൻസും ഈക്വൽ ആയിരിക്കും. കാര്യം ഒരു സമയത്ത് ഒരു അസൈൻമെൻറ്റ് മാത്രമേ നടക്കുന്നുള്ളൂ. In transportation problem, number of origins and number of destinations need not be equal, so that the number of rows and number of columns need not be equal. നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൽ കണ്ടതാണ്, നമുക്ക് എത്ര നമ്പർ ഓഫ് ഡെസ്റ്റിനേഷൻസും എത്ര നമ്പർ ഓഫ് ഒറിജിൻസും ആകാം, അത് രണ്ടും ഈക്വൽ ആകണമെന്നില്ലായിരുന്നു. നമ്മൾ n ആയിട്ടാണ് കൺസിഡർ ചെയ്തത്. ബട്ട് അസൈൻമെൻറ്റിൽ നമ്മൾ മൊത്തം n ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കാര്യം ടോട്ടൽ നമ്പർ രണ്ടിൻ്റെയും ഈക്വൽ ആണ്. ഇൻ അസൈൻമെൻറ്റ് പ്രോബ്ലം ദ നമ്പർ ഓഫ് പേഴ്സൺസ് ആൻഡ് നമ്പർ ഓഫ് ടാസ്ക് ആർ ഈക്വൽ, സോ ദാറ്റ് ദ നമ്പർ ഓഫ് റോസ് ആൻഡ് നമ്പർ ഓഫ് കോളംസ് ആർ ഈക്വൽ. ഓക്കെ, അതാണ് സെക്കൻഡ് ഡിഫറൻസ്. Then transportation problems are said to be unbalanced if the total demand and total supply are not equal. അല്ലേ, ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൽ നമ്മൾ അൺബാലൻസ്ഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ടോട്ടൽ അവൈലബിലിറ്റിയും ടോട്ടൽ റിക്വയർമെൻറ്റും സെയിം അല്ലാത്ത സിറ്റുവേഷനിലാണ്. അതിനെയാണ് നമ്മൾ അൺബാലൻസ്ഡ് എന്ന് പറയുന്നത്. ബട്ട് ഇൻ അസൈൻമെൻറ്റ് പ്രോബ്ലം അൺബാലൻസ്ഡ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ അല്ലാതാകുമ്പോഴാണ്. അപ്പം നമ്മളിവിടുത്തെ ഒരു കണ്ടീഷൻ പറഞ്ഞായിരുന്നു നമ്പർ ഓഫ് ഒറിജിൻസും നമ്പർ ഓഫ് ഡെസ്റ്റിനേഷൻസും ഈക്വൽ ആയിരിക്കണം എന്ന്. പക്ഷേ ഇവിടെ അങ്ങനെ ഈക്വൽ ആകാത്ത സിറ്റുവേഷനെ നമ്മൾ അൺബാലൻസ്ഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇൻ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എ പോസിറ്റീവ് ക്വാണ്ടിറ്റി ഈസ് അലോക്കേറ്റഡ് ഫ്രം എ സോഴ്സ് ടു എ ഡെസ്റ്റിനേഷൻ. ഇൻ അസൈൻമെൻറ്റ് പ്രോബ്ലം എ ജോബ് ഈസ് അസൈൻഡ് ടു എ ഡെസ്റ്റിനേഷൻ. ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്പർ ഓഫ് കമ്മോഡിറ്റീസ് ആണ് ഒരു സോഴ്സിൽ നിന്നും ഒരു ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുന്നത്, അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ബട്ട് അസൈൻമെൻറ്റ് പ്രോബ്ലത്തിൽ നമ്മളൊരു സോഴ്സ്, അത് ജോബാകാം അല്ലേ, അത് എന്താണോ നമ്മുടെ ഒരു ഓർഗനൈസേഷനിൽ വരുന്നത്, അപ്പം അത് ഈക്വലായിട്ട് അതിൻ്റെ ഡിഫറെൻറ്റ് ഡെസ്റ്റിനേഷൻസിൽ, ഇപ്പം ജോബാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഓർഗനൈസേഷനിലുള്ള വർക്കേഴ്സിന് അസൈൻ ചെയ്ത് കൊടുക്കുക, അതാണ് അതിൻ്റെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്പർ ഓഫ് ക്വാണ്ടിറ്റീസ് അല്ല ഇവിടെ വരുന്നത്, അവിടെ റിസോഴ്സുകളാണ് നമ്മൾ ഡിഫറെൻറ്റ് ഡെസ്റ്റിനേഷൻസിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്രയുമാണ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലവും അസൈൻമെൻറ്റ് പ്രോബ്ലവും തമ്മിലുള്ള ഡിഫറൻസ്. പിന്നെ ഇതിൻ്റെ അസൈൻമെൻറ്റ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് ഉള്ള മെത്തേഡ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ അസൈൻമെൻറ്റ് പ്രോബ്ലം നമുക്ക് പിന്നെ സിംപ്ലെക്സ് മെത്തേഡൊക്കെ ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ പറ്റും, പക്ഷേ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. അപ്പം അത് സിമ്പിളാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ അസൈൻമെൻറ്റ് പ്രോബ്ലമായിട്ട് ഈ ഹംഗേറിയൻ മെത്തേഡൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നത്, അതുകൊണ്ടാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ സ്റ്റെപ്സ് നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്തതിന് ശേഷം, ഒരു പ്രോബ്ലം എക്സാമ്പിളായിട്ട് കണ്ടിട്ട് സോൾവ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റെപ്സ് നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആകും. നമുക്കത് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം.